പ്രാണായാമത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മളുടെ പൊസിഷനാണ്. ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. അതായത് നിങ്ങൾക്ക് സുഖാസനത്തിലിരിക്കാം, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിറ്റിംഗ് പൊസിഷനിലിരിക്കാം. ഇത് പ്രായമായവർക്ക്, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിലിരിക്കാം. നമ്മളുടെ നട്ടെല്ല് നിവർത്തി ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു പൊസിഷൻ വജ്രാസനം, അതായത് നമ്മൾ സിറ്റിംഗ് ഓൺ യുവർ ഹീൽസ് എന്ന് പറയും. അതായത് നമ്മൾ പാദത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വജ്രാസനത്തിലിരിക്കുക. അല്ലെങ്കിൽ പത്മാസനം. പത്മാസനത്തിൽ അർത്ഥപത്മാസനത്തിലിരിക്കാം. അതായത് ഒരു കാല് മറ്റൊരു തുടയുടെ മുകളിലായിട്ട് ഇതുപോലെ വച്ചിട്ട് പത്മാസനത്തിലിരിക്കാം. അല്ലെങ്കിൽ പൂർണ്ണ പത്മാസനത്തിലും ഇരിക്കാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് വജ്രാസനത്തിലിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വജ്രാസനത്തിലിരിക്കുമ്പോൾ പ്രാണായാമം ചെയ്യാൻ എനിക്കൊരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഈ വജ്രാസനത്തിലിരിക്കാം. ഇത് എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തുടക്കക്കാർക്ക് നിങ്ങൾക്കൊരു ചെറിയ ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് യോഗ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഇങ്ങനൊരു ബ്ലോക്ക് മേടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഇരിക്കാം. ഞാൻ സൈഡ് പൊസിഷനിൽ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ വച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലിരുന്നിട്ട് നട്ടെല്ല് നിവർത്തി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബ്ലോക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഉള്ളൊരു കുഷൻ, അധികം ഇങ്ങനെ ഭയങ്കര പഫി ആയിട്ടുള്ളതല്ല, കുറച്ചൊരു സ്റ്റിഫ്നെസ് ഉള്ള ഒരു കുഷനാണ് ഇതിനകത്തും ഇരിക്കാം. ഇനി വേറൊരു വജ്രാസനത്തിലിരിക്കുമ്പോൾ നമുക്ക് കാലുവേദന എടുക്കാതിരിക്കാൻ നമ്മളുടെ ഈ കാലിൻ്റെ ഇടയിലായിട്ട് നമുക്കിതുപോലെ കുഷൻ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നമുക്ക് ലിഫ്റ്റായിട്ട് ഇരിക്കും. നമ്മളുടെ ബോഡി കുറച്ചും കൂടി അപ്ലിഫ്റ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്ലോക്ക് കൊണ്ടുള്ള ഉപകാരം. ഇനി നമുക്ക് വജ്രാസനത്തിൽ ഇരുന്നിട്ട് നമ്മളുടെ പ്രാണായാമത്തിലേക്ക് കിടക്കാം. ഇടത് കൈ ചിൻമുദ്രയിൽ വയ്ക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വലത് കൈ നാസിക മുദ്ര, അതായത് ഈ 2ഉം 3ഉം വിരലുകൾ മടക്കി മറ്റ് 3 വിരലുകളും പൊക്കി നിർത്തുക. ഇത് തള്ളവിരൽ, നമ്മളുടെ തമ്പ് ആക്ച്വലി നമ്മളുടെ റൈറ്റ് നോസ്ട്രലിനെ അടയ്ക്കാനും ഈ 2 കുഞ്ഞു ഫിംഗേഴ്സ് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രലിനെ അടയ്ക്കാൻ. ഇനി തുടക്കക്കാർക്ക് ഇതൊന്നും വെച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഈ 2 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെയും ചെയ്യാം, ഈസിയാക്കി എടുക്കാം. ഇടത് കൈ ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാവധാനം നിങ്ങളുടെ തൈസിലേക്ക് വെച്ച് റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രാണായാമം, ആദ്യത്തെ ഒരു പ്രാണായാമം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സൂര്യ അനുലോമ വിലോമ. അതെന്താണ്? നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ ഒരു ക്ലെൻസിങ് ആണ്. അതായത് റൈറ്റ് സൈഡിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ ചന്ദ്ര അനുലോമ വിലോമ, ലെഫ്റ്റ് സൈഡിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഈ പ്രാണായാമത്തിനെ പറ്റി മാത്രം ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. അതിലത് പ്രാണായാമം എന്താണ്, പ്രാണായാമം കൊണ്ട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ്, ഏതൊക്കെ പ്രാണായാമങ്ങൾ നമുക്ക് ചെയ്യാം, അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് 2 ഈസി ആയിട്ടുള്ള ഒരു പ്രാണായാമങ്ങളും അതുകൂടാതെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാണായാമമാണ് ഇപ്പം നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മുദ്ര ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിൽ നാസിക മുദ്രയും. അപ്പോൾ ലെഫ്റ്റ് നോസ്ട്രിൽ അടച്ചു, ശ്വാസം എടുത്തു, വളരെ സാവധാനം ശ്വാസം വിടുക. അങ്ങനെ ഒരു 5 തവണ. മൂന്ന്, എത്ര ശ്വാസം എടുക്കുന്നുവോ അത്രയും ശ്വാസം തന്നെ നിങ്ങൾ എംപ്റ്റി ചെയ്യുക. ഒന്നുകൂടി. ശേഷം വലത് മൂക്കടച്ച് ഇടതിലൂടെ എടുക്കുകയും വിടുകയും ചെയ്യാം.
അപ്പോൾ പ്രാണായാമത്തിൻ്റെ കണക്കുകൾ 3, 5, 9 എന്നിങ്ങനെ കണക്കുകളാണ്. ഇപ്പം ഞാൻ ചെയ്തത് 5 തവണയാണ്. അപ്പോൾ 5 തവണ നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്താൽ 5 തവണ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇടതിലൂടെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ പൊക്കും താഴ്ത്തും ചെയ്യരുത്. ചിലവർ ഇങ്ങനെ ബോഡി ഇതിനകത്ത് ഒത്തിരി ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളുടെ ശ്വാസം നെഞ്ചിൽ മാത്രം കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഇറക്കി വിടുക. 2 അങ്ങനെ നമ്മൾ 5 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ ഇൻഹെയിലും എക്സെയിലും ചെയ്തു, ലെഫ്റ്റ് സൈഡ് ഇൻഡിവിജ്വലായിട്ട് ഇൻഹെയിലും എക്സെയിലും ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡ് ഈസ് ഹീറ്റിംഗ്, ലെഫ്റ്റ് സൈഡ് ഈസ് കൂളിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഉഷ്ണവും തണുപ്പും നമ്മളൊന്ന് ബാലൻസ് ചെയ്തു. ഇത് നിങ്ങളുടെ ബ്രെയിൻ സെൽസിന് നന്നായിട്ട് തന്നെ ബെനിഫിറ്റ് ചെയ്യും. അത് കൂടാതെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ സെൽസ് ഒന്ന് റിലാക്സ് ആവുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഞാൻ പ്രാണായാമത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഒരു എക്സൈറ്റഡ് ഇതിനകത്താണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ പ്രാണായാമം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു ശബ്ദത്തിലും ടോണിലും ഒക്കെ അറിയാതെ തന്നെ ഒരു റിലാക്സേഷൻ വന്നു പോകും. അത് നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു റെസ്പോൺസാണ്. പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ട് ചിരിക്കാനോ ഇത് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. കാരണം അത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിനെ റിലാക്സ് ചെയ്യുന്നതുകൊണ്ടാണത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു പ്രാണായാമം, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രാണായാമമാണ്. അത് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒത്തിരി കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകാതെ സിമ്പിളായിട്ടുള്ള മുദ്രയാണ്. ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ നമ്മൾ ചൂണ്ടുവിരൽ വെച്ചിട്ട് നമ്മുടെ ചെവി അടച്ചു പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട്, ഇത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ശ്വാസം എടുക്കുക ആദ്യം, എന്നിട്ട് ഹമ്മിങ് സൗണ്ടായിട്ട് നമ്മൾ പുറത്തേക്ക് എക്സലേഷൻ വിടുക. അപ്പോൾ എക്സലേഷൻ സെപ്പറേറ്റ് ആയിട്ടാണോ ഹമ്മിങ് സെപ്പറേറ്റ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. ആദ്യം തന്നെ എൻ്റെ ഡെമോൺസ്ട്രേഷൻ ഒന്നിന് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ചെവി അടയ്ക്കുന്നു, ശ്വാസം എടുക്കുന്നു, അപ്പം നമ്മൾ ശ്വാസം എടുത്തു, ഹമ്മിങ് സൗണ്ടും എക്സെയിലും ശ്വാസം വിടലും ഒപ്പമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഹമ്മിങ് സൗണ്ട് ചെയ്യുമ്പോൾ പലരും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പലരും ഇങ്ങനെ ഈ ഹമ്മിങ് സൗണ്ട് ഒച്ചയിൽ ചെയ്യാൻ ചമ്മലായതുകൊണ്ട് അവരിങ്ങനെ വളരെ പതുക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ നമ്മളുടെ ശബ്ദം നമ്മുടെ ബ്രെയിൻ സെൽസിൽ നന്നായിട്ട് മുഴങ്ങി കേൾക്കണം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ സെൽസിനെ പെട്ടെന്ന് തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കാനും. 2 പ്രധാനമായിട്ടും ഒരു ബെനിഫിറ്റ് ഉള്ളത് വെർട്ടിഗോ ഉള്ളവർ, അതായത് തലകറക്കമുള്ളവർക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇയറിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സാധനമുണ്ട്, കോക്ലിയ എന്ന് പറഞ്ഞിട്ട്. ഇത് കോക്ലിയെ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യും. അതായത് കോക്ലിയ ഈസ് ദി സെൻറ്റർ ഓഫ് ബാലൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോക്ലിയയുടെ ഉള്ളിലേക്ക് തരംഗങ്ങളെ കൊണ്ടുപോയി അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് ഭ്രാമരി പ്രാണായാമം ചെയ്യാം. ഇൻഡെക്സ് ഫിംഗർ വെച്ചു, ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ഹമ്മിങ് ചെയ്യാമോ അത്രയും ഉറക്കെ നിങ്ങൾ ഹമ്മിങ് ചെയ്യുക.
സാവധാനം കണ്ണ് തുറക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസ് എല്ലാം റിലാക്സായി വളരെ ശാന്തമായിട്ട് നമുക്കൊരു റിലാക്സേഷൻ ടെക്നിക്കിലേക്ക് പോകാനായിട്ടുള്ളൊരു ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ നമ്മുടെ റിലാക്സേഷൻ ടെക്നിക്കിലേക്ക് കടക്കാം. നമ്മൾ ശവാസനത്തിലാണ്. റിലാക്സേഷൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എല്ലാ യോഗ ക്ലയൻസും ഏതൊരു രാജ്യത്തായിക്കോട്ടെ എല്ലാവരും ഫേവറേറ്റ് പൊസിഷനാണ് ശവാസനം. കാരണം അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു എഫേർട്ടും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്താൽ മാത്രം മതിയാവുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ഏറ്റവും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യോഗ പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശവാസനമാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം നമുക്ക് ശവാസനത്തിലേക്ക് പോവാം. നടുവേദനയുള്ളവരൊക്കെ കയ്യിൻ്റെ സഹായത്തോടുകൂടി പതുക്കെ കൈകാലുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ശരീരത്തിൽ നിന്ന് വിട്ട് നിർത്തി, അതായത് ഈവൻ നിങ്ങളുടെ ഫിംഗേഴ്സിനെ പോലും നിങ്ങൾ ചേർത്ത് വയ്ക്കാതെ അകത്തി നിർത്തുക. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളെയും നിങ്ങളിങ്ങനെ റിലാക്സ് ചെയ്ത്, ഇപ്പം തലയൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ചെറിയൊരു തിൻ പില്ലോ കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെ വയ്ക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും തലയണകളൊന്നും വയ്ക്കാതെ തന്നെ നല്ല ഒരു തിന്നായിട്ടുള്ളൊരു മാറ്റിൽ നമ്മുടെ ഈ ഒരു ഭൂമിയെ സ്പർശിച്ച് തന്നെ കിടക്കുക. നമ്മുടെ കൈകൾ മലർത്തി വയ്ക്കുക. കാരണം നമ്മളൊരു യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്നൊരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജം നമ്മളുടെ ഉള്ളിലേക്ക്, ആ യൂണിവേഴ്സൽ ഊർജം നമ്മളുടെ ഉള്ളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം പോലെ നമ്മൾ ഇതിനെ കാണുക. അതിനുശേഷം നമുക്ക് 1 by 1 ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ, അതായത് കേശാഗ്രം മുതൽ നഖാഗ്രം വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കാലുകൾ തൊട്ട് നമുക്ക് തല വരെ ഓരോ ഭാഗങ്ങളായിട്ട് റിലാക്സ് ചെയ്യാം. കൈകളുരുമ്മി ചൂടുണ്ടാക്കി നമ്മുടെ ശരീരം എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. ശേഷം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുകയാണ്. ഐ എം ഹെൽത്തി, ഞാൻ വളരെ സന്തോഷവതിയാണ്, ഐ എം വെരി ഹാപ്പി, ഐ എം പോസിറ്റീവ്, എൻ്റെ ശരീരം പോസിറ്റീവ് എനർജി കൊണ്ട് ഫില്ലായിരിക്കുകയാണ്, ഐ എം ഹെൽത്തി, ഞാൻ വളരെ ആരോഗ്യവതിയാണ് എന്നിങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതുപോലെ നല്ല പോസിറ്റീവ് അഫർമേഷൻസ് ഇട്ടുകൊടുക്കുക. ശേഷം വളരെ സാവധാനം കണ്ണുകൾ തുറന്ന് നല്ലൊരു പ്രഭാതത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈവനിങ്ങിലേക്കോ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് യോഗയിൽ ചില ചിട്ടകളുണ്ട്. അതായത് നമ്മൾ ആദ്യം അതിൻ്റെ പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതും. അപ്പോൾ തുടക്കവും അവസാനവും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു യോഗ ക്ലാസ് കൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ജോലികളിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാൻ തന്നെ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തുടക്കവും അവസാനവും നിങ്ങൾ എന്തെങ്കിലും ഒരു വാമപ്പും റിലാക്സേഷനും കൂടി ചെയ്തു പോകേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് ശരിക്കും യോഗ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ കാരണം. അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു യോഗ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരാൾക്ക് ഒഴിച്ച്
ഈ ഒരു യോഗ പൊസിഷൻ എല്ലാവർക്കും, ഗർഭിണികളും അതുപോലെ ചില പൊസിഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഗർഭിണികൾ ഇത് ചെയ്യാൻ പാടില്ല. ഓപ്പറേഷൻസ് കഴിഞ്ഞവർ പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് സർജറി ഉണ്ടായിരുന്നെങ്കിൽ അവരിത് ചെയ്യാൻ പാടില്ല. അതുപോലെ ബാക്കി പറഞ്ഞ പോലെ ഭയങ്കര ഓൾഡ് ഏജ് ആണ്, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാനായിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും. ബാക്കി എല്ലാവർക്കും തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഇൽനെസ്, അതായത് അവർക്കിപ്പോൾ ഡയബറ്റീസുകാർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, എല്ലാ ആൾക്കാർക്കും, തലവേദനയുള്ളവർക്ക്, നടുവേദനയുള്ളവർക്കും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യോഗ സെഷനാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നത്. അവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് അവർക്ക് തന്നെ ചില പോസ്റ്റേഴ്സ് ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാം. ബാക്കിയെല്ലാം തന്നെ വളരെ സേഫാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു ട്യൂട്ടോറിയൽ പോലെ ഇതുപോലെ നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട് ഇനിയും ഞാൻ വരാം.